എപ്പോഴും പറയാറുള്ള ഒരു വിഷയം ആവർത്തിച്ച് പറയുകയാണ്. അസമിലെ പൗരത്വ ബില്ല്. ഈ പൗരത്വ ബില്ലിൽ അമിത്ഷാ അടങ്ങുന്ന RSSന്റെ നേതാക്കന്മാരടങ്ങുന്ന സംഘപരിവാർ നേതാക്കൾ അടക്കം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അസമിൽ 1 കോടിയിലധികം കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, ആരാണ്? മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അസമിൽ പൗരത്വ ബില്ല് നടപ്പിലായി. എന്നാൽ 80 ലക്ഷം ആദ്യം പട്ടികക്ക് പുറത്തു വന്നു. അത് കഴിഞ്ഞ് 40 ലക്ഷം പുറത്തു വന്നു. അത് കഴിഞ്ഞ് 21 ലക്ഷം പുറത്തു വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 19 ലക്ഷം പേർ പട്ടികക്ക് പുറത്താണ്. ഇതിൽ എത്ര പേരാണ് മുസ്ലിങ്ങൾ? 5-6 ലക്ഷം പേർ. അപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്. 1 കോടിയിലധികം മുസ്ലിങ്ങൾ അസമിൽ കുടിയേറ്റക്കാരായിട്ടുണ്ട് എന്ന് പറഞ്ഞ അമിത്ഷായുടെയും RSSന്റെയും BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാരുടെ വാദം 8 നിലയിൽ പൊട്ടിയില്ലേ? 8 നിലയിൽ തകർന്ന് തരിപ്പണമായില്ലേ? അസമിലെ മുസ്ലിങ്ങൾക്ക് രാജ്യസ്നേഹത്തിന്റെ കഥ പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞവർ, അസമിലെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് പറഞ്ഞവർ എവിടെ പോയി? നിങ്ങളുടെ പൗരത്വ ബില്ലിൽ നിങ്ങൾ മുന്നിലോട്ട് വെച്ച അവകാശവാദത്തിന് എന്ത് സംഭവിച്ചു? എന്നിട്ടും നാടകം കളിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പൗരത്വ ബില്ല് നടപ്പിലാക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരോട് ഒറ്റ ചോദ്യമാണ്: എവിടെ പോയി 1 കോടിയിലധികം വരുന്ന അസമിലെ കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ? 5 ലക്ഷം പേരാണ് നിലവിൽ പട്ടികക്ക് പുറത്തുള്ളത്. ഒരു പരിശോധന കൂടി നടത്തി കഴിഞ്ഞാൽ അവർ പട്ടികക്കകത്ത് വരുമെന്നുള്ള യഥാർത്ഥ ബോധം ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഒരു പുനർപരിശോധനക്ക് നിങ്ങൾ തയ്യാറാവാത്തത്. പിന്നീട് 13 ലക്ഷം, അതായത് ഏകദേശം 13 ലക്ഷത്തിന് മുകളിലുള്ള ബംഗാളി ഹിന്ദുക്കൾ പട്ടികക്ക് പുറത്ത് വന്നപ്പോൾ, അതായത് കുടിയേറ്റക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ എന്നർത്ഥം, ബംഗാളി ഹിന്ദുക്കൾ എന്നർത്ഥം, അവർ പട്ടികക്ക് പുറത്ത് വന്നപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ പോകുന്നു എന്ന്. സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ സംഘപരിവാരും BJPയും ഒക്കെ ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണ്. ആ മുസ്ലിം സമുദായത്തിനെയാണ് അവർ നോക്കിക്കണ്ടത്. പക്ഷേ തിരിച്ചടിയാണ് ലഭിച്ചത്. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നു, എൻ്റെ പിതാക്കന്മാർ ഈ രാജ്യത്താണ് ജീവിച്ചത്, ഞങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് അവർ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ടും അവർക്കുമേലിൽ കൃത്യമായ ആസൂത്രിത നീക്കം നടത്തുന്നു. നോട്ട് നിരോധനത്തെക്കാൾ വലിയ ദുരന്തമാണ്. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ മിണ്ടാതിരുന്നേക്കാം. RSSന്റെയും BJPയുടെയും ഫണ്ടിങ് നിലനിൽക്കും, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോകുമെന്നുള്ള ഭയത്തെ മുന്നിൽ നിർത്തിയിട്ട് നാവടച്ചുകൊണ്ടിരുന്നേക്കാം. പക്ഷേ സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അവിടെ അതിർവരമ്പുകളില്ല, തുറന്നു വെച്ചിരിക്കുന്നു. തുറന്നു പറയാനുള്ളത് തന്നെയാണ് മാധ്യമം എന്നുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, വീണ്ടും 8 നിലയിൽ പൊട്ടിയ പൗരത്വ ബില്ലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ കർണാടകയിൽ NRC ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ അവർ അസമിൽ നേരിട്ട വമ്പൻ പരാജയം, കൂറ്റൻ വെല്ലുവിളി, അതിനെ മറപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് മാത്രമാണ്. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.